ടിക്കറ്റ് ഫിനാലെ ഏഴാമത്തെ ടാസ്ക് പെയർ ആയിട്ട് ചെയ്യേണ്ട ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ. ടണലിൽ നിന്നും മത്സരിച്ചത് അപ്സര സായി, ഡെന്നിൽ നിന്നും ജിൻഡോ നന്ദന, നെസ്റ്റില് അഭിഷേക് ഋഷി, പീപ്പിൾസില് നോറ ശ്രീതു. ബാക്കി 4 പേരും ജഡ്ജ്മെന്റിനായിട്ട് നിൽക്കുകയായിരുന്നു. ഈ ഒരു ടാസ്കിന് ആക്യുറസി എന്നൊരു സാധനം വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. പെട്ടെന്ന് ചെയ്യേണ്ട ഒരു ടാസ്ക് ആണ്. ഒരു കട്ട എടുത്ത് കൊടുക്കുകയും വേണം, അപ്പുറത്തുനിന്ന് വരുന്നത് വാങ്ങുകയും വേണം. അപ്പോൾ ടണലിന്റെ ജഡ്ജ്മെന്റ് നടക്കുന്ന സമയത്ത് വിധികർത്താക്കൾ 4 എണ്ണം എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. കാരണം ഒരേ സമയത്ത് ചെയ്തില്ല എന്നൊരു ഫൗള് ജാസ്മിൻ, സിജു, അർജുൻ എന്നിവർ ചൂണ്ടിക്കാണിച്ചു. 33 കട്ടകളാണ് ടണൽ ടീം കളക്ട് ചെയ്തത്. ഡെന്നിലെ 4 എണ്ണം എടുത്ത് ഇവര് മാറ്റുന്നുണ്ട് വിധികർത്താക്കള്. ആക്യുറസി ഫൗൾ ഇവിടെയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇവര്. 4 എണ്ണം എടുത്ത് മാറ്റിയിട്ടും ഡെന്ന് 36 എണ്ണം കളക്ട് ചെയ്തു, ജിൻഡോയും നന്ദനയും കൂടി. നെക്സ്റ്റിന്റെ ഈ ടാസ്കിലെ പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ടാസ്കുകളിൽ 100 അല്ല 150% കൊടുക്കുന്ന 2 പുലിക്കുട്ടികളാണ് ആ ടീമിൽ ഉള്ളത്. പിന്നെ ഫിസിക്കലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള 2 പേരാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഋഷി ആൻഡ് അഭിഷേക്, അവരാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് എന്ന് ഞാൻ പറയും ഈ ഒരു ടാസ്കില്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ മുൻതൂക്കം അവർക്ക് ഈ ടാസ്കിൽ കിട്ടിയിട്ടുണ്ട്. 44 എണ്ണമാണ് നെക്സ്റ്റ് കളക്ട് ചെയ്തത്. 44 എണ്ണം, ഒന്നും എടുത്ത് മാറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. 44 എണ്ണവും അങ്ങനെ തന്നെയുണ്ട്. പീപ്പിൾസ് ടീം ഈ ടാസ്കിൽ കണക്ട് ചെയ്തത് 32 എണ്ണമാണ്. കുഴപ്പമില്ലാതെ ചെയ്തു കേട്ടോ. ടണലുമായിട്ടൊരു കട്ടയുടെ വ്യത്യാസത്തിലാണ് പരാജയപ്പെട്ടത്. ഈ ഒരു കട്ടപ്പ ടാസ്കില് ഫസ്റ്റ് വന്നത് അഫ്കോഴ്സ് നെസ്റ്റ് ആണ്. നെസ്റ്റിന്റെ തേരോട്ടം തുടരുന്നു. സെക്കൻഡ് വന്നത് ഡെൻ ആണ്. തേർഡ് വന്നത് ടണല്. പിന്നെ ഈ ടാസ്കിൽ പരാജയപ്പെട്ടത് പീപ്പിൾസ് ആണ്. ഇതായിരുന്നു ഈ ഒരു കട്ടപ്പ ടാസ്ക്. സ്കോർ ബോർഡിലെ ലീഡിങ് നിൽക്കുന്നത് ഇപ്പോഴും നെസ്റ്റ് തന്നെയാണ്. ടിക്കറ്റ് ഫിനാലെ ബോണസ് റൗണ്ട് ഇനിയും ടാസ്കുകൾ ബാക്കിയുണ്ട്. പക്ഷെ ഈ ഒരു ടാസ്കിൽ ജഡ്ജ്മെന്റ് പാനൽ അത്ര ഫെയർ അല്ലായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. നെസ്റ്റിൽ നിന്ന് 2 പേരാണ് ജഡ്ജസ് ആയിട്ട് ഇരുന്നത്, ജാസ്മിനും അർജുനും. അവര് തീർച്ചയായിട്ടും അവരുടെ ടീമിനെ വിജയിപ്പിക്കാനേ ശ്രമിക്കത്തുള്ളൂ. കാരണം അവരുടെ 2 പേരാണ് അവിടെ കളിക്കുന്നത്, 2 പേര് ഇപ്പുറത്തും ഉണ്ട്. അപ്പം ജാസ്മിന്റെ അർജുന്റെയും ഗെയിമാണ് അത്. അതിന്റെ ഭാഗമായിട്ടാണ് ടണലിൽ നിന്നും പിന്നെ ഡെന്നിൽ നിന്നും 4 കട്ടകളെ വീതം എടുത്ത് മാറ്റിയത്. അത് 2 പേരും ജഡ്ജ്മെന്റ് ആയിട്ട് ഇരിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഒരു സന്തോഷം കാണണമായിരുന്നു അർജുന്റെയും ജാസ്മിന്റെയും. എന്തോ അവരുടെ ഗെയിമാണ്, അതിലെ ശരിയും തെറ്റും ഒക്കെ നോക്കാൻ പോയി കഴിഞ്ഞാൽ ഗെയിമിന്റെ വാല്യൂ പോകും. അതുകൊണ്ട് അതൊന്നും നോക്കുന്നില്ല. നെക്സ്റ്റ് നല്ല രീതിയിൽ തന്നെ കളിച്ചു കേട്ടോ, അതുകൊണ്ടാണ് ജയിച്ചത്. നല്ല 2 പേരെയാണ് അവര് പറഞ്ഞയച്ചത്. ലീഡ് നോക്കിയാൽ തന്നെ അത് മനസ്സിലാവും. ഡെന്നിനേക്കാൾ 8 കട്ടകൾ കൂടുതൽ വെച്ചിട്ടാണ് നമ്മുടെ ഋഷിയും അഭിഷേകും ഈ ഒരു ടാസ്ക് ജയിച്ചത്. അപ്പൊ അത്രയുമായിരുന്നു പ്രധാന ലൈവ് അപ്ഡേറ്റുകൾ. പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ പറയുക. ജഡ്ജ്മെന്റ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയുക. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.